എല്ലാവർക്കും നമസ്കാരം. നാച്ചുറൽ ഗ്യാസിൻ്റെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. റീസണബിളി അത്യാവശ്യം പ്രോഫിറ്റ് സമ്പാദിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് നാച്ചുറൽ ഗ്യാസ്. പ്രീവിയസ്ലി ഞാൻ ഒത്തിരി വീഡിയോസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഗാർഡിങ് ഹൗ ടു ട്രേഡ് ഇൻ നാച്ചുറൽ ഗ്യാസ് യൂസിങ് ഹെഡ്ജ്ഡ് സ്ട്രാറ്റജീസ്. ഇവിടെയും കുറച്ചും കൂടി ബയ്യേഴ്സിന് വേണ്ടിയിട്ട് ഓപ്ഷൻ നാച്ചുറൽ ഗ്യാസിൽ കാശ് കുറച്ച് കയ്യിലുള്ളവർ അതുപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സ്ട്രാറ്റജി, ഓപ്ഷൻ ബയ്യിങ് സ്ട്രാറ്റജിയിൽ തന്നെ നമുക്ക് ഒന്ന് ഹെഡ്ജ് ചെയ്തിട്ട് ബോത്ത് സൈഡ്സ് നമുക്ക് അപ്പ് സൈഡ് ആണെങ്കിലും ഡൗൺ സൈഡ് ആണെങ്കിലും നമുക്ക് റീസണബിളായിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് പോകാൻ സാധ്യത കൂടുതലുള്ള, ഒരിക്കലും 100% ഒന്നിനുമില്ല, ഒരു ഇൻസ്ട്രുമെൻറ്റിനും ഇല്ല, ഒരാൾക്കും 100% പറയാൻ പറ്റില്ല. അത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. എന്നാലും അതിൽ നിന്നും നമ്മൾക്ക് എങ്ങനെ ഒരു ചെറിയ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതൽ കണ്ടെത്താം എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് ഓപ്ഷൻസിനെ തന്നെ നമുക്ക് ബയ്യിങ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് ബയ്യിങ്ങിലൂടെ നമുക്ക് ക്യാപിറ്റൽ കുറച്ചിട്ട് എങ്ങനെ നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്. വീഡിയോയെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തന്നെ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഡൗൺലോഡ് ചെയ്യുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഞാനതിന് പറഞ്ഞു തരാം. നിങ്ങളെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു പൊതുവായ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താണെന്ന് വെച്ചാൽ, ഗ്ലോബലി നാച്ചുറൽ ഗ്യാസിന് സീസണലാണ് പൊതുവേ. അത് എസ്പെഷ്യലി ഹൈ വോളറ്റിലിറ്റി ഒക്കെ വരുന്ന പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നവംബർ ടു അറൗണ്ട് നവംബർ എൻഡ് ഡിസംബറോടുകൂടി അത് പീക്കിലേക്ക് വരും. ദെൻ അപ് ടു മാർച്ച് വരെ അല്ലെങ്കിൽ ഫെബ്രുവരി എൻഡ് വരെയാണ് ഏറ്റവും പീക്ക്. ആ ടൈമിൽ നമ്മൾ സ്ട്രാറ്റജീസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്കാകും. ഈ സ്ട്രാറ്റജി എല്ലായിടത്തും വർക്കാകും. നാച്ചുറൽ ഗ്യാസിൻ്റെ ഇനിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 15 to 20% മിനിമം ആവറേജ് അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നാച്ചുറൽ ഗ്യാസ്. ഇത് എത്ര പേർക്ക് അറിയാം? ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ടിൽ കാണിച്ചു തരാം. നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു നോക്കൂ, ഇത് 1 month ക്യാൻഡിലാണ്. നമ്മുടെ 1 month ക്യാൻഡിലിന് ഓരോ മാസത്തെ നാച്ചുറൽ ഗ്യാസിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ക്യാൻഡിൽ നോക്കൂ. ഇത് ഇപ്പം നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ്ഡ് പൊസിഷനിൽ തന്നെ 15% പോയിരിക്കുന്നു. ഏത് മാസമാണ്? ജാനുവരി മന്ത് 15 ആണ്. പക്ഷേ അതിൻ്റെ ഓവറോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു മാസത്തെ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മാത്രം 57%, അപ്സും ഡൗൺസും കൂടി ചേർന്ന് അത് പോയിരിക്കുന്നത് 57% ആണ്. കണ്ടോ? നാച്ചുറൽ ഗ്യാസിന് നമ്മൾ കാണുന്ന പോലെയല്ല, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്ത മാസം ഫെബ്രുവരി മന്ത് അതേമാതിരി ടോപ്പ് ടു ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ എത്ര ടോട്ടൽ പെർസെൻറ്റേജ്, 44% അപ്പ് ആൻഡ് ഡൗൺ പോയിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ റെഡ് ക്യാൻഡിലാണ് 44% താഴെ പോയി എന്ന് കാണുന്നു. അങ്ങനെയല്ല, അത് താഴ്പോട്ടേക്കാണെങ്കിലും മേൽപോട്ടേക്കാണെങ്കിലും ഓവറോൾ അതിൻ്റെ ഡിസ്റ്റൻസ് അത് പോയിരിക്കുന്ന അതിൻ്റെ ട്രേഡഡ് എന്താ പറയുക ഏരിയ അല്ലെങ്കിൽ ട്രേഡഡ് പെർസെൻറ്റേജ് എത്രയാണ്? 44%. തൊട്ടടുത്തത് നോക്കൂ, ചെറിയൊരു ക്യാൻഡിലാണ്. പക്ഷേ അതിൻ്റെ ഓവറോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ നിങ്ങൾക്ക് വികസിപ്പിച്ച് കാണിച്ചു തരാം. ആ ഒരു ക്യാൻഡിലിൻ്റെ ഓവറോൾ അത് ആ ഒരു മന്തിൽ ടോട്ടലി ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നാച്ചുറൽ ഗ്യാസ് എത്രത്തോളം മൂവ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, അപ് ടു 22%. ഞാൻ പറഞ്ഞു ഓൺ ആൻ ആവറേജ് 15 to 20% മൂവ്മെൻറ്റ് എയ്തർ അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് ഫ്രം ATM സെൻട്രൽ നിങ്ങൾ എപ്പോൾ എൻ്റർ ചെയ്യുന്നു അതിൻ്റെ അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് പോകാനുള്ള സാധ്യത മിനിമം. ഇത് തന്നെ നോക്കൂ, 21% പോയി. തൊട്ടടുത്ത ക്യാൻഡിലാണെങ്കിലോ അതും അതേമാതിരി ഓൾമോസ്റ്റ് 19 to 20% കറക്റ്റായിട്ട് അതും പോയി ഉണ്ടാവും. അടുത്ത ക്യാൻഡിൽ നോക്കൂ,
28%. അപ്പോഴേക്ക് നമ്മൾ മെയിൽ വന്നു. ഇനി ഇപ്പോൾ കറണ്ട് മന്ത് നോക്കൂ, ജൂൺ മന്ത് ഓവറോൾ അതിൻ്റെ മൂവ് ഇപ്പം തന്നെ അത് 15% കഴിഞ്ഞു. ഇനിയും ഇത് ഓൾമോസ്റ്റ് എക്സ്പയറായി. അടുത്ത് ജൂലൈ, ഇപ്പോൾ ഇത് ആക്ച്വലി ജൂൺ മന്ത് ആണ് ഇത് ആണെങ്കിലും നമ്മൾ ഇതിൻ്റെ എക്സ്പയറി വരുന്നത് എല്ലാ മാസത്തിൻ്റെയും 22nd അല്ലെങ്കിൽ 23rd ആയിരിക്കും ഇതിൻ്റെ എക്സ്പയറി വരിക. ഓക്കെ, നമുക്കൊരിക്കലും ഈക്വിറ്റി ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതിൻ്റെ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസേ നമുക്ക് ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് പൊതുവായിട്ട് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. എന്നാൽ അത് വീണ്ടും നമ്മൾ പീക്കസ്റ്റ് മൂവ്സ് ഇത് പോയത് ആ വാർ അല്ല, ജനുവരി നോക്കൂ, ജനുവരി റിലേറ്റഡ് ആയിട്ട് നോക്കൂ, ആ ഒരു സീസണലായിട്ട് വന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൺസോളിഡേറ്റഡ് ആയി വരുന്നു കേട്ടോ. പക്ഷെ ഫെബ്രുവരിയിലും അതേമാതിരി നല്ല മൂവ്മെൻറ്റ് കൊടുത്തു. നമുക്ക് കണ്ടു 54%, 38%, ടോട്ടലി അറൗണ്ട് 50% കൊടുത്തു. അതിനുശേഷം പതുക്കെ ഗ്രാജ്വലി അതിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്നു. അതേമാതിരി ഈ ഒരു ഏരിയയിലൊക്കെ വരുന്നു. ഇത് ഏത് പീരീഡ്? ഡിസംബർ നോക്കൂ, ഡിസംബർ പീരീഡിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻ നോക്കൂ, ഹെവി ഫ്ലക്ച്വേഷൻ. ജാനുവരി അതേമാതിരി വീണ്ടും ഹെവി ഫ്ലക്ച്വേഷൻ. ആഫ്റ്റർവേർഡ്സ് പതുക്കെ കുറയുന്നു. ഈ ഒരു ഫ്ലക്ച്വേഷൻ കുറയുന്നു. പക്ഷേ എത്ര കുറഞ്ഞാലും ആവറേജ് ഒരു മാസത്തെ അതിൻ്റെ ഫ്ലക്ച്വേഷൻ, നിങ്ങൾ നിഫ്റ്റിയിലൊക്കെ ഇതുപോലെ 15%, 10% ഒക്കെ ഫ്ലക്ച്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെയാണ് അതിൻ്റെ ക്രക്സ് ആയിട്ടുള്ള ചില പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. സോ ഈ ഇൻസ്ട്രുമെൻറ്റിൽ അപ്പം നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് വൈസായിട്ട് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകണമെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും? ഓപ്ഷൻ ബൈയിങ്ങിലൂടെ ഒരിക്കലും നേക്കഡ് ബൈയിങ് പോകാതെ പകരം നമ്മൾ ഏത് നിമിഷം വേണമെങ്കിൽ ഇത് അപ്പ് സൈഡിലേക്ക് പോകാം, ഡൗൺ സൈഡിലേക്കും പോകാം. നിങ്ങൾ ഒരു പീരിയോഡിക്കലായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, 1-2 ദിവസത്തിനുള്ളിലോ 2-3 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസ് എപ്പോഴും ഒരു +2%, 3% അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സഡൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഓൺ ഡെയിലി ബേസിസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ അത് ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ട്രേഡ് സ്ട്രാറ്റജിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ ഓപ്ഷൻ ട്രേഡറിലേക്ക് പോവുക. നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡറിൽ പോയി കഴിഞ്ഞാൽ നോക്കൂ, ഞാനിതിവിടെ നാച്ചുറൽ ഗ്യാസിൻ്റെ തന്നെ ഇപ്പോൾ ഒരു കോൺട്രാക്ട്, ഇപ്പോൾ ലൈവ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ജൂലൈ കോൺട്രാക്റ്റാണ്. ജൂലൈ 24th എക്സ്പയർ ആകുന്ന കോൺട്രാക്റ്റ്. അതിലെന്താ ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ ATMൽ ഇവിടെ നിൽക്കുന്നു. ഞാനിവിടുന്ന് ഇത് ഒരു സ്ട്രാഡിൽ, ഏത് സ്ട്രാഡിലാണ്? ലോങ് സ്ട്രാഡിൽ. നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിൻ്റാണ്. നമ്മൾ ലോങ് സ്ട്രാഡിൽ സെലക്ട് ചെയ്യുക. ഫോർ ഹൂം നമ്മുടെ ക്യാപിറ്റൽ കുറവുള്ളവർ ലോങ് സ്ട്രാഡിൽ സെലക്ട് ചെയ്താൽ, ലോങ് സ്ട്രാഡിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് ഇങ്ങനെ, ഇതാണ് പേ ഓഫ് ഗ്രാഫ് കാണാൻ കഴിയുക. ലോങ് സ്ട്രാഡിൻ്റെ പേ ഓഫ് ഗ്രാഫ് ഇവിടെ നോക്കൂ. ഇത്രയും പോർഷൻ റെഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ആക്ച്വൽ പേ ലൈൻ വരുന്നത് ഈ ബ്ലൂ ലൈൻ നോക്കൂ. കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ നിന്നും ഒരു ഇച്ചിരി ഇങ്ങോട്ട് മാറിയാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് പൊസിഷനിലേക്ക് 1.5% മാറിയാൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് പൊസിഷനിലേക്ക് വരുന്നു. അതവിടെ അതിന് തൊട്ട് മുന്നേ ഇവിടെ ഇതിൻ്റെ നോക്കൂ, സ്ട്രാഡിൽ, ലോങ് സ്ട്രാഡിൽ എന്ന് പറയുമ്പോൾ സംഭവം സിമ്പിൾ, കറക്റ്റായിട്ടുള്ള. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ടിൽ. നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, കുഞ്ഞുങ്ങളെ കിടത്ത് ഇത് സ്ട്രാഡിൽ എന്താണെന്ന് അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു പോർഷൻ മാത്രം വലിയ എക്സ്പേർട്സ് ഒക്കെ നിങ്ങൾ ഇനിയിപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കരുത്. അറിയാത്തവർക്ക് ജസ്റ്റ് ഞാൻ അതൊന്ന് പറയുന്നു. സ്ട്രാഡിൽ എന്ന് പറയുന്നത് നമ്മൾ തൊട്ടിൽ, കുഞ്ഞുങ്ങളെ നമ്മൾ കിടത്താൻ ഉപയോഗിക്കുന്ന തൊട്ടിൽ. എങ്ങനെയാണ് അത് കെട്ടുന്ന? മേളിൽ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ V ഷേപ്പിലല്ലേ വരുന്നത്. ആ V ഷേപ്പിൽ വന്നിട്ട് 2 എൻഡ് ഉണ്ടായിരിക്കും അതിന്, അല്ലേ? അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു 1 സിംഗിൾ പോയിന്റിൽ നിന്നും അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് താഴ്പോട്ടേക്ക് വരുന്ന അതിൻ്റെ സ്ട്രാഡിൽ അത് ആ 2 എൻഡിൽ അത് ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ ഊഞ്ഞാൽ, തൊട്ടിൽ, കുഞ്ഞുങ്ങളെ ഉറക്കുന്ന തൊട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അതിന് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് തന്നെയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. അതെന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴ്പോട്ടേക്കാണ് അതിൻ്റെ ഗ്രാഫ് കാണുന്നുണ്ടെങ്കിൽ അതെന്ത് സ്ട്രാഡിലാണ്? അത് ഷോർട്ട് സ്ട്രാഡിൽ. പോയിന്റ് ബിന്ദു എവിടെയാണ്? ടോപ്പ്. അപ്പോൾ ടോപ്പ് പോയിന്റിൽ നിന്ന്, മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വികസിച്ച് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ആ ഒരു പിക്ചർ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം അത് ഷോർട്ട് സ്ട്രാഡിൽ, താഴെപ്പോട്ടേക്ക് പോകുന്ന ഷോർട്ട് സ്ട്രാഡിൽ. പക്ഷെ നമ്മൾ അതിന് നേരെ വിപരീതമായിട്ട് ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന സ്ട്രാഡിൽ എന്നർത്ഥം. അപ്പോൾ ലോങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയാണ്? താഴെ വരും. അതാണ് ഈ കാണുന്ന താഴത്തെ റെഡ് പോയിന്റ്. നോക്കൂ,
ഇവിടെ ഒരു താഴെ പോയിന്റ്, ഇവിടെ നിന്ന് ഒരു ലൈൻ മുകളിലേക്കും പോകുന്നു, വികസിച്ച് പോകുന്നു. കണ്ടോ, ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജിക്ക് പറയുന്ന പേര് സ്ട്രാഡിൽ എന്നൊരു പേര് ഇതിന് കൊടുക്കപ്പെട്ടത്. ഇത്രയേ ഉള്ളൂ. ഇത് ഫോർ ബിഗിനേഴ്സ്, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് കടക്കാം. അതിപ്പോൾ എന്തുകൊണ്ട് ഇത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇവിടെ വരുന്നു? ATM അറ്റ് ദ മണിയുടെ കോളിനെയും അറ്റ് ദ മണി പുട്ടിനെയും നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് സ്ട്രാഡിലാവും. അതേ അറ്റ് ദ മണി കോളിനെയും അറ്റ് ദ മണി പുട്ടിനെയും നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് സ്ട്രാഡിലാവും. സെല്ല് ചെയ്യുമ്പോൾ ഷോർട്ട്, ലോങ് ചെയ്യുന്നത് കൊണ്ട് അത് ലോങ് സ്ട്രാഡിൽ, സെല്ല് ചെയ്യുന്നത് കൊണ്ട് അത് ഷോർട്ട് സ്ട്രാഡിൽ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി ഇത് നോക്കൂ, ഇവിടെ ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന സ്ട്രാറ്റജി എന്താണ്? ലോ ക്യാപിറ്റൽ സ്ട്രാറ്റജി നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിന് ഇപ്പോൾ ഈ അറ്റ് പ്രസൻറ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് നോക്കൂ 308 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രൈക്ക് നോക്കൂ 310 കോൾ ഓപ്ഷനും 310 പുട്ട് ഓപ്ഷനും. നോക്കൂ, 2 സ്ട്രൈക്കും ഒരേ സ്ട്രൈക്കാണ്, കോളും പുട്ടും. വ്യത്യാസം കോളും പുട്ടും മാത്രം. അതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ്? 40,000 രൂപ, 40,000 റുപ്പീസ്, 40.8, 40,800 രൂപ, 41,000 എന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ 41,000. അപ്പോൾ നമുക്ക് മിനിമം ക്യാപിറ്റൽ കയ്യിൽ എത്ര വേണം? നമ്മളൊരു 50,000 രൂപ ക്യാപിറ്റൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത്തരമൊരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാം. പോയിന്റ് നമ്പർ 1. ഇനി 40,000 രൂപ കയ്യിൽ നമ്മുടെ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ 40 ആണെങ്കിൽ നമുക്ക് റിട്ടേൺ എനിക്ക് 50,000 വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അടുത്ത നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട പോയിന്റ്, ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്നത് 40,000-ന് നിങ്ങൾക്ക് 2,000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നാൽ എത്ര പെർസെൻറ്റേജ് ആവും? 5% ആവും അല്ലേ? 40,000-ന് 4,000 രൂപ വന്നു കഴിഞ്ഞാൽ 10% നിങ്ങൾക്ക് പ്രോഫിറ്റ്. അതേ ഇത് നിങ്ങൾക്ക് 2,000 രൂപ നിങ്ങൾ ഡിപ്ലോയ് ചെയ്തത് ക്യാപിറ്റൽ 40,000, അതിൽ നിന്ന് നിങ്ങൾക്ക് 2,000 രൂപ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയായി? നിങ്ങൾക്ക് 5%. ആ 5% നേടാൻ നിങ്ങൾ എപ്പോഴാണോ ഇത് ഡിപ്ലോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ട്രേഡിലേക്ക് ഇറങ്ങുന്നത്, അവിടെ നിന്ന് കുറച്ച് എത്ര പെർസെൻറ്റേജ് നോക്കൂ. 2,000 എന്ന് പറയുമ്പോൾ നോക്കൂ, 1980 2,000 വെറും 3.6% അപ്സൈഡോ, അല്ലെങ്കിൽ അതേമാതിരി നോക്കൂ 2,000 4% ഡൗൺ സൈഡോ, അപ്സൈഡോ ഡൗൺ സൈഡോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2,000 രൂപ പ്രോഫിറ്റ്. അതായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. 5% എന്ന് പറഞ്ഞ് നിങ്ങൾ 5% എത്തി ഉടനെ അങ്ങനെയല്ല, നല്ല ഫാസ്റ്റ് മൂവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ഈ 2,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ ട്രേഡിൽ നിൽക്കരുത്. കാരണം നമ്മൾ ബൈ ആണ് ചെയ്തേക്കുന്നത്. ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സമയം ചെല്ലും തോറും നമുക്ക് ഈവൻ നമ്മൾ പ്രോഫിറ്റിലാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ലോസിലേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏത് സൈഡിലേക്കെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 1, 2 അല്ലെങ്കിൽ 3 ദിവസം, പരമാവധി 3 ദിവസം, അതിനു മേളിൽ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഹോൾഡും ചെയ്യരുത്. ഇതാണ് അടുത്ത കണ്ടീഷൻ. അതിനുള്ളിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും 2,000-ഓ 3,000-ഓ 4,000-ഓ 1,500-ഓ 1,000 കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിറ്റ് ചെയ്ത് പുറത്തിറങ്ങുക. അതിന് മുകളിൽ ഈ ഒരു സ്ട്രാറ്റജി ഹോൾഡ് ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ മാസത്തിൻ്റെ പകുതി ആയി കഴിയുമ്പോൾ 15th 10th മുകളിൽ നിങ്ങൾ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ DKയുടെ വാല്യൂ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ലോങ് സ്ട്രാഡിലായതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ കാലണ്ടേഴ്സ് യൂസ് ചെയ്യുക. പക്ഷേ വളരെ നമുക്ക് ഇൻക്രീസ് ആയി കിട്ടാൻ പാടായിരിക്കും. ലോങ് സ്ട്രാഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പയറി ഇപ്പോൾ നമ്മൾ മന്ത്ലി എക്സ്പയറി എന്ന് പറയുന്നത് എപ്പോഴാണ്? മന്ത് എൻഡിലാണ് വരിക അല്ലേ? ഇത് അങ്ങനെയല്ല. ഇത് മന്തിൻ്റെ എൻഡിന് തൊട്ടും ഒരാഴ്ച മുന്നേ ആയിരിക്കും ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസിൻ്റെ എക്സ്പയറി വരുന്നത്. നോക്കൂ, ഈ അടുത്ത ഇതിൻ്റെ എക്സ്പയറി നോക്കൂ. ഇത് നമ്മളിപ്പോൾ ജൂണിലാണ് നിൽക്കുന്നത്, പക്ഷേ എക്സ്പയറി ജൂലൈ 24th സ്റ്റോക്സിൻ്റെ എക്സ്പയറി അങ്ങനെ ആവത്തില്ല. ചിലപ്പോൾ ജൂലൈ 30th
31 ഉണ്ടെങ്കിൽ 31 ഉണ്ടെങ്കിൽ ഞാൻ 31 ഉണ്ടെന്ന് പറഞ്ഞ് ഇനി അതില്ല എന്ന് പറഞ്ഞ് കൂട്ടരുത്, ശ്രദ്ധിക്കത്തില്ല. അത് ചിലപ്പോൾ 28 ഒക്കെ ആവാം അത് മാറി വരുന്നത്. പക്ഷേ ഇതിപ്പോൾ ജൂലൈ 24 ചിലപ്പോൾ 22 വരും, ഏതെങ്കിലും മാസം 22 വരാം, 23 വരാം, അല്ലെങ്കിൽ 24 വരാം. ഈ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ എക്സ്പയറി പീരീഡ് വരിക. ഇത് മാത്രം അപ്പോൾ എക്സ്പയറിയോട് അടുക്കൽ ഒരിക്കലും നിങ്ങൾ ലോങ് സ്ട്രാഡിലേക്ക് പോകാനും പാടില്ല. എക്സ്പയറിക്ക് തൊട്ട് മുന്നേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എക്സ്പയറി തുടങ്ങുന്ന സമയത്ത്. ഇനി അടുത്തൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്താ പറയുക, എക്സ്പയറിക്ക് ഒരാഴ്ച മുന്നേ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലോങ്ങിലേക്ക് പോകരുത്. അത് വെയിറ്റ് ചെയ്തിട്ട് പുതിയ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, സ്റ്റാർട്ട് ഓഫ് ദി എക്സ്പയറിയിൽ എടുക്കുമ്പോൾ, ക്യാൻഡിൽ ഒരു മാസത്തെ ഫ്രഷ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുമ്പോഴല്ലേ ഞാൻ ഈ 15 to 20% ആവറേജ് മൂവ് ഓരോ മാസവും അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് കൊടുക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എത്രയാണ് 3-4% അപ്സൈഡോ ഡൗൺ സൈഡോ മതി നമുക്കിതിന് വേണ്ടുന്ന റീസണബിളി നമുക്ക് കിട്ടേണ്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് ചിലപ്പോൾ അത് 4,000-5,000 രൂപ വരെ നമുക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ടാവും. അതും ശ്രദ്ധിക്കുക. പക്ഷേ എപ്പോഴാണെങ്കിലും ശരി 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജിയിൽ നിന്നും പുറത്തു വരിക. വീണ്ടും നിങ്ങൾ നല്ല ടെക്നിക്കലി സൗണ്ട് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് വീണ്ടും അതേ സ്ട്രാറ്റജി പിന്നെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരിക്കലും അതേ ലെഗിനെ തന്നെ ഒരു മാസം അവസാനം വരെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കരുത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. സ്ട്രാഡിൽ, ലോങ് സ്ട്രാഡിൽ അത് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും വേണ്ട. നമ്മളുടെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിലേക്ക് പോവുക. ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അനലൈസ് പോപ്പുലർ സ്ട്രാറ്റജി ക്ലിക്ക് ചെയ്യുക. എനി ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണും. ടോപ്പിൽ നിന്ന് ബുള്ളിഷ്, ബിയറിഷ്, നോൺ ഡയറക്ഷൻ, എനി ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുക. ലോങ് സ്ട്രാഡിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ലോങ് സ്ട്രാഡിൽ നോക്കുക. എന്നിട്ട് നേരെ ഇവിടെ വരുമ്പോൾ സി ഇൻ ബിൽഡർ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. നാച്ചുറലി നിങ്ങൾക്ക് അവിടെ അതേ 310 വന്നു. രണ്ടും 310 കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വന്നു. ഇവിടെ നിന്ന് ഇച്ചിരി മാറിയാൽ തന്നെ നമുക്ക് 1.5% മാറുമ്പോൾ തന്നെ ഏതാണ്ട് 750 രൂപ പ്രോഫിറ്റ് വരും. കുറച്ചൊന്ന് മാറിയാൽ മതി. 3.9 വരുന്നപ്പോഴേക്കും 2,600 rupees പ്രോഫിറ്റ്. അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് ആണെങ്കിലും അതേ റേഞ്ചിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷേ അതാ ഞാൻ പറഞ്ഞതിൻ്റെ മാക്സിമം ലോസ് എത്രയാണ്? 40,000 rupees. എന്താണ് നമ്മൾ എത്രയാണോ അതിന് പേ ചെയ്യുന്നത് അത്രയും തന്നെ നമുക്ക് ലോസ് പോകും. കാരണം ഓപ്ഷൻ ബൈയിങ് ആണ്. അതുകൊണ്ട് മാക്സിമം ലോസ് 40%. നമുക്ക് എത്രയാണോ നമ്മൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് അത്രയും തന്നെ ലോസ് പോകും. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് പരമാവധി കിട്ടുന്ന പ്രോഫിറ്റ് എടുക്കുക, ഉടനെ പുറത്തേക്ക് ഇറങ്ങുക. 1, 2, 3 ദിവസത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും അത്യാവശ്യം നല്ല സൗണ്ട്, നിങ്ങൾ ടെക്നിക്കലി സൗണ്ടാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യാം. ഓക്കെ, അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് എ പ്രൈമറി റൂൾ ദാറ്റ് യു ഹാവ് ടു ഫോളോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ സ്ട്രാറ്റജി. വെരി സിമ്പിളാണ്. പക്ഷേ റിയലിസ്റ്റിക്കലി ഇതേ മെത്തേഡിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. എന്തുകൊണ്ട് പ്രോഫിറ്റ് പ്രോബിലിറ്റി കൂടുന്നു എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മന്ത്ലി ഇതിൻ്റെ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം 15 to 20% ഓൺ ആൻ ആവറേജ് മൂവ് ഉണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു. അത് റിപ്പീറ്റഡ് ആയിട്ട് ആരും കണക്കാക്കണ്ട. ഇത്രയും പറഞ്ഞാലേ ചിലർക്കത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ആ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലോങ് സ്ട്രാഡിൽ നിന്നും നമുക്ക് നാച്ചുറൽ ഗ്യാസിൽ നിന്ന് നമുക്ക് റീസണബിളി നല്ലൊരു പ്രോഫിറ്റ് പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, വരുമെന്നോ ഒന്നും ഗ്യാരണ്ടി ഇല്ല, സാധ്യതയുണ്ട്. പ്രാക്ടീസ് ചെയ്യൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാം. താങ്ക് യു, ബൈ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.